സമഗ്ര ശിക്ഷ കേരളം ഭിന്നശേഷി വാരാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിക്ക് മാടായി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം വിജിൽ MLA നിർവഹിക്കുമെന്ന് സംഘാടകർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 9 വരെ, ഡിസംബർ 2 മുതൽ ഡിസംബർ 9 വരെയാണ് നമ്മുടെ വാരാചരണ പരിപാടികൾ നടത്തുന്നത്. നമുക്കറിയാം, ശാരീരികവും മാനസികവുമായി പ്രയാസം നേരിടുന്ന വ്യക്തികളുടെ നേതൃപാഠം വർദ്ധിപ്പിച്ച് സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഈ വർഷം ഊന്നൽ നൽകുന്നത്. അതിനനുസൃതമായ വിവിധ പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ജില്ലയിലെ 15 വിദ്യാർത്ഥികളെയും ഭിന്നശേഷി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. അതുപോലെ കാഴ്ച പരിമിതി നേരിടുന്നവർക്കായിട്ട് സംസ്ഥാനതല ചെസ് മത്സരവും സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തും. നിലവിൽ ജില്ലയിലെ BRCകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി നടത്തുന്ന തൊഴിൽ പരിശീലനം കാര്യക്ഷമമാക്കി സംരംഭത്വത്തിലേക്ക് നയിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. BRC നേരത്തെ തന്നെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ ഒരു സ്നേഹസംഗമം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. സ്നേഹസംഗമത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മുടെ ഈ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിന് അവർക്ക് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ, അതായത് തൊഴിൽ സംരംഭങ്ങളടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെ ആദരിക്കുന്ന ഒരു മഹനീയ മാതൃത്വം എന്നൊരു പരിപാടി ഡിസംബർ 31 നടത്തുന്നു. മാടായിയിലെ ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെയും ചടങ്ങിൽ ആദരിക്കുന്ന ഒരു പരിപാടിയാണത്. അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള അവസരവും വിവിധ കലാപരിപാടികളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതാണ്. നമുക്കറിയാം, രാജേഷ് സാർ പറഞ്ഞു, സമഗ്ര ശിക്ഷ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ. അതിൽ മാടായി BRCയെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ തന്നെ സ്പേസ് സെന്റർ എന്ന് പറയുന്നത് 2 സ്ഥലത്താണ് ഉള്ളത്. അതിലൊന്ന് പ്രവർത്തിക്കുന്നത് മാടായി BRCയിലാണ്. നമുക്കറിയാം, സ്കൂളിൽ കിടപ്പിലായ കുട്ടികൾക്ക് സ്കൂൾ അനുഭവം നൽകുന്ന സെന്ററാണ് സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ തെറാപ്പി സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഓട്ടിസം സെന്റർ വളരെ നല്ല രീതിയിൽ മാടായി BRCയുടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ പഞ്ചായത്ത്, സന്നദ്ധ സംഘടനകൾ ഇവരൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവനവും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വാരാന്ത്യങ്ങളിൽ നടത്തുന്ന നമ്മുടെ പ്രത്യേക കരുതൽ സെന്ററുകളും കിടപ്പിലായ കുട്ടികൾക്ക് നൽകുന്ന ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെ സമഗ്ര ശിക്ഷ കേരളം നൽകുന്ന വിശേഷപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ആദരിക്കപ്പെടേണ്ട മാതൃകയാണ്. അത് ഭിന്നശേഷി ഉൾപ്പെടാൻ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു ദിവസം മുഴുവനായി ഈ അമ്മമാർക്ക് പോകില്ല. വൈകുന്നേരം അവരെല്ലാം വൈകുന്നേരം ആദരിക്കുന്ന പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് ഡിസംബർ 9 വരെയാണ് വാരാചരണം. ജില്ലയിലെ BRC ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ്, കാഴ്ചാ പരിമിതി നേരിടുന്നവർക്കായി സംസ്ഥാന തലത്തിൽ ചെസ് മത്സരം എന്നിവയും സംഘടിപ്പിക്കും. ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാരെ മഹനീയ മാതൃത്വം എന്ന പരിപാടിയിലൂടെ ഡിസംബർ 31 മാടായിലെ മുഴുവൻ അമ്മമാരെയും ആദരിക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉദ്ഘാടന ചടങ്ങിൽ ഏഴോം മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ P. ഗോവിന്ദൻ, സഹീദ് കായിക്കാരൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CP ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് റഫീഖ്, EC വിനോദ് കുമാർ എന്നിവർ പങ്കെടുക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാടായി AO P. രാജൻ, വിനോദ് കുമാർ MV, രാജേഷ് കടന്നപ്പള്ളി, K. രഞ്ജിത്ത്, ജീവാനന്ദ് SA, സതീശൻ AV, വിദ്യ K, ബബിത K. പീറ്റർ, മുരളീകൃഷ്ണൻ P, മനോജ് P തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പഴയങ്ങാടിയിൽ അറിയിച്ചു.